ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കല്യാണ വീട്ടിൽ പാർട്ടികൾക്കൊക്കെ വിളമ്പുന്ന പുലാവ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കണ്ട, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയ 3 പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ 6 ഏലയ്ക്ക, 6 ഗ്രാമ്പൂ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയില എരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ പുതിനയില എരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എരിഞ്ഞത് ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ സൈഡിലൊക്കെ കല്യാണ പാർട്ടിക്കൊക്കെ വിളമ്പുന്ന ഫ്രൈഡ് റൈസ്, അതിൽ ഈ പുതിന, കൊത്തമല്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കാറില്ല. ഇപ്പം ചില സൈഡിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ആദ്യം ഇട്ട വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇത്ര മതി. ഇനി ഇതിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചൂടാക്കിയ വെള്ളം. 250 ml കപ്പിൽ 3 കപ്പ്. ഞാനിപ്പോൾ 2 കപ്പ് റൈസ് എടുത്തേക്കുന്നത്, ബസ്മതി റൈസ്. 250 ml കപ്പിൽ 2 കപ്പ്, 400 ഗ്രാം റൈസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെക്കണം. ഇതിപ്പോൾ ഞാനങ്ങനെ കുതിർത്തിട്ട് വെള്ളം ഊറ്റി വെച്ചേക്കുക. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളത്തിന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് മുമ്പിട്ട് നിൽക്കണം, എങ്കിൽ റൈസ് വെന്ത് വരുമ്പം പാകത്തിന് കാണത്തുള്ളൂ. പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള ലെമണിൻ്റെ പകുതി അതും കൂടെ പിഴിയാം. നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ഡ്രോപ്പ് റോസ് എസൻസ്, ഇല്ലെങ്കിൽ റോസ് വാട്ടർ 1/2 ടീസ്പൂൺ ഒഴിച്ചാലും മതി. ഇനി ഇതിലോട്ട് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നത്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ, നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് അടച്ചു വെക്കാം. ഈ റൈസ് ഒരുപാട് വേവിക്കരുത്, 80% വേവിച്ചാൽ മതി. ഇതിപ്പോൾ റൈസൊക്കെ പകുതി ആയിട്ടുണ്ട്, ഒരു 4-5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഈ ക്യാരറ്റും ബീൻസും അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പം മീഡിയം സൈസ് വലിപ്പമുള്ളൊരു ക്യാരറ്റും പിന്നെ ഒരു 5-6 ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട ഇത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ഈ ഒരു സമയത്ത് അതുകൊണ്ട് ഇട്ടാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്, 80% വെന്തിട്ടുള്ളൂ. 5-6 മിനിറ്റും കൂടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്ന് ദം ചെയ്യാം. അപ്പം ദം ചെയ്യുന്നതിന് മുമ്പ് ഒരു ദോശക്കല്ല് വെച്ച് കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് പാത്രം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ദോശക്കല്ലൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എല്ലായിടം ഒന്ന് ആക്കി കൊടുക്കാം. ഞാൻ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 3/4 കപ്പോളം ഉണ്ട്. അതിൽ കുറച്ച് ഏറ്റവും അടിയിലിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത്, മീഡിയം സൈസിലെ ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് നേരത്തെ ഒന്ന് ചെയ്ത് വെക്കണം. ഇനി റൈസ് നിരത്തി കൊടുക്കാം. ഒരു 3 ലെയറായിട്ടൊക്കെ നിരത്താം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി കൂടുതൽ വേണമെങ്കിൽ വലിയ സവാളയൊക്കെ ഒരെണ്ണം എടുക്കാം. ഞാനൊരു മീഡിയം സൈസ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്നട്ട് വന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 7-8 എണ്ണം. അപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ട് കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരി കുറച്ച് കൂടിയാൽ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് പൈനാപ്പിൾ, 1/2 ടീസ്പൂൺ നെയ്യ്. ഈ റൈസ് ഇട്ട് കൊടുക്കാം. തിരിച്ചും ആദ്യം ചെയ്ത പോലെ എല്ലാം ചെയ്യാം. ഇനി ഇതിലോട്ട് തിരിച്ച് ഒരു 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാം. 2-3 ഡ്രോപ്പ് ഒഴിക്കാം.
അതുപോലെ 2 ഡ്രോപ്പ് റോസ് എസൻസ് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ റോസ് വാട്ടർ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നുണ്ട്. സലാഡ്, നാരങ്ങ അച്ചാർ, നല്ല ടേസ്റ്റായിട്ടുള്ള പാർട്ടികൾക്കൊക്കെ വിളമ്പുന്ന ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പുലാവ് ഇത്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.